നമസ്കാരം. അപ്പോ ഇന്ന് നമ്മൾ നോക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ആ ഒരു ചരിത്രപരമായ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം. എന്തൊരു ജയമായിരുന്നു അത്, അല്ലേ? അതെ, ശരിക്കും 27 വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. അതെ, ലോർഡ്സില് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. നിങ്ങളുടെ കയ്യിലുള്ള ആർട്ടിക്കിളുകളും ആ കുറിപ്പുകളും ഒക്കെ വെച്ച് നമുക്കിതിന്റെ ഒരു പ്രാധാന്യം, പിന്നെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാം. തീർച്ചയായും. അപ്പോൾ ഈ 27 കൊല്ലത്തെ ആ ഒരു ICC ട്രോഫി വരൾച്ച, അതിനെങ്ങനെയാണ് അവർ അവസാനം കുറിച്ചത്? ആ ഫൈനലിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാലോ? നോക്കാം. ജൂൺ 11 മുതൽ 14 വരെ ലോർഡ്സിൽ. ശരിക്കും ആ ഫൈനൽ ഓർക്കുമ്പോൾ തന്നെ ഒരു ആവേശമാണ്. ഓസ്ട്രേലിയയുടെ സ്കോറുകൾ 212, പിന്നെ 207. ദക്ഷിണാഫ്രിക്ക ആദ്യ ഇന്നിംഗ്സിൽ കുറവായിരുന്നു, 138. അവിടെ ഒരു പേടി തോന്നിയിരുന്നു, അല്ലേ? തോന്നിയിരുന്നു. പക്ഷേ രണ്ടാം ഇന്നിംഗ്സിലെ ആ 282 റൺസ് വിജയലക്ഷ്യം, അതും 5 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. അതും 4-ാം ദിവസം ലഞ്ചിന് മുൻപേ. അതെ, ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയായിരുന്നു അത്. ആ തിരിച്ചുവരവിൽ പ്രധാനികൾ ആരൊക്കെയായിരുന്നു? എയ്ഡൻ മാർക്രമിന്റെ ആ ഒരു പ്രകടനം. മാർക്രം 207 പന്തിൽ 136 റൺസ്. മാൻ ഓഫ് ദ മാച്ച് അദ്ദേഹമായിരുന്നല്ലോ. അതുതന്നെ, ശരിക്കും പറഞ്ഞാല് ആ ഇന്നിംഗ്സ്, സമ്മർദ്ദത്തിൽ കളിച്ച ആ കളി. അതോടൊപ്പം ക്യാപ്റ്റൻ ടെമ്പ ബാവുമ, പരിക്കുണ്ടായിട്ടും 66 റൺസ്. ബാവുമയുടെ ആ പോരാട്ടം, അതും നിർണായകമായി. ആ കൂട്ടുകെട്ട് 147 റൺസിന്റെ, അതാണ് ശരിക്കും കളി മാറ്റിയത്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ബാവുമ ആ പ്രകടനം ടീമിന് കൊടുത്തൊരു ഊർജം, അത് ചെറുതല്ല, അല്ലേ? തീർച്ചയായും. നിങ്ങളുടെ കയ്യിലുള്ള റിപ്പോർട്ടുകളിൽ അതിനെപ്പറ്റി ഉണ്ട്, അതിൽ പറയുന്നുണ്ട്. ആ ഇന്നിംഗ്സ് ടീമിന്റെ മനോവീര്യം വല്ലാതെ ഉയർത്തിയെന്ന് പലയിടത്തും പറയുന്നുണ്ട്. വെറും റൺസ് എന്നതിനപ്പുറം ഒരു ലീഡർ മുന്നിൽ നിന്ന് നയിച്ച പോലെ ഒരു ഫീലായിരുന്നു. എന്നാൽ ഇവിടെ കുറച്ചുകൂടി രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദക്ഷിണാഫ്രിക്കയുടെ ആ ഒരു ചോക്കർമാർ എന്ന പേരുദോഷം, അത് മാറ്റാൻ ഈ വിജയം, പ്രത്യേകിച്ച് മാർക്രമിന്റെ ഇന്നിംഗ്സ്, എത്രത്തോളം സഹായിച്ചു എന്നതാണ്. അതൊരു നല്ല പോയിന്റാണ്. വലിയ കളികളിൽ നിർണായക ഘട്ടങ്ങളിൽ പതറുന്നു എന്നൊരു വിമർശനം എപ്പോഴും ഉണ്ടായിരുന്നു. മുൻപത്തെ പരാജയങ്ങൾ പോലെയല്ല ഈ ഫൈനൽ. ആ സമ്മർദ്ദത്തെ അവർ നേരിട്ട രീതി, അത് വ്യക്തിഗത മികവു മാത്രമല്ല, ഒരു കൃത്യമായ പ്ലാനിംഗ്, ടീം വർക്ക്, അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു എന്ന് വേണം കരുതാൻ. ശരിയാണ്. പക്ഷേ ചോക്കർ പേരുദോഷം ഒറ്റ വിജയത്തോടെ അതങ്ങ് പൂർണ്ണമായി മാറുമോ? അതോ ഇനി വരും മത്സരങ്ങളിലും ഈ ഒരു പ്രഷർ അവർക്ക് ഫീൽ ചെയ്യില്ലേ? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഒറ്റയടിക്ക് എല്ലാം മാറി എന്ന് പറയാൻ പറ്റില്ല, ഉറപ്പായും പറ്റില്ല. പക്ഷേ ഈ വിജയം, പ്രത്യേകിച്ച് ഫൈനലിലെ ആ സമ്മർദ്ദം അവർ അതിജീവിച്ച രീതി, അത് വലിയൊരു കോൺഫിഡൻസ് കൊടുക്കും. എങ്ങനെ പ്രഷർ ഹാൻഡിൽ ചെയ്യണം എന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടിയ പോലെ. ഇനി അത് നിലനിർത്തണം, അതാണ് വെല്ലുവിളി. ബൗളിംഗിന്റെ കാര്യവും പറയണമല്ലോ. റബാഡ, കേശവ് മഹാരാജ്. തീർച്ചയായും. കാഗിസോ റബാഡയും കേശോ മഹാരാജും നന്നായി പന്തെറിഞ്ഞു, പ്രത്യേകിച്ച് 4-ാം ദിവസം. ലോർഡ്സിലെ പിച്ചില് ആ ബൗൺസില് വ്യത്യാസമൊക്കെ റബാഡ നന്നായി ഉപയോഗിച്ചു. നിർണായക വിക്കറ്റുകൾ കിട്ടി. ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻമാർക്കെതിരെ മഹാരാജിന്റെ ആ ലൈനും ലെങ്ത്തും, അതും ഓസ്ട്രേലിയയെ പിടിച്ചുകിട്ടി. അതെ, കൃത്യമായിരുന്നു അത്. പിന്നെ ഇതിഹാസ താരങ്ങളുടെ പ്രതികരണങ്ങൾ, അതും ശ്രദ്ധേയമായിരുന്നു. ഡേൽ സ്റ്റെയിൻ, അദ്ദേഹം കരയുന്ന വീഡിയോ ഒക്കെ വൈറലായിരുന്നല്ലോ. അത് കണ്ടപ്പോൾ ശരിക്കും ഒരുപാട് പേർക്ക് വികാരഭരിതമായ നിമിഷമായിരുന്നു. AB ഡിവിലിയേഴ്സ്, സച്ചിൻ ടെണ്ടുൽക്കർ, ഗ്രെയിം സ്മിത്ത്, എല്ലാവരും അഭിനന്ദിച്ചു ടീമിന്റെ ആ ഒരു മനസാന്നിധ്യം, മാർക്രമിന്റെ സെഞ്ചുറി. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ബാവുമ ട്രെൻഡിങ്ങുമായിരുന്നു. ആയിരുന്നു. ഇത് നമ്മളൊരു വലിയ ചിത്രത്തിൽ നോക്കുമ്പോൾ 1998 ആ ചാമ്പ്യൻസ് ട്രോഫി നേടിയ ശേഷം. 1998. അതെ, അതിനുശേഷം ദക്ഷിണാഫ്രിക്ക നേടുന്ന രണ്ടാമത്തെ മാത്രം ICC ട്രോഫിയാണിത്. 27 വർഷം ഓർത്തുനോക്കണം. 27 വർഷം. അതൊരു ചെറിയ കാലയളവേ അല്ല രാജ്യത്തിന്. ഇതൊരു ചരിത്ര നിമിഷമാണ് ശരിക്കും. പല വെല്ലുവിളികളും നേരിടുന്ന ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അവിടെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം, ഒരു ശരിക്കുമുള്ള റെയിൻഗോ നേഷൻ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുമയുടെ പ്രതീകം. അപ്പോ ഇതുകൊണ്ട് ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത്? ക്യാപ്റ്റൻ ബാവുമ പറഞ്ഞ പോലെ ഇതൊരു തുടക്കം മാത്രമാണോ? അങ്ങനെ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഈ വിജയം വരും വർഷങ്ങളിൽ കൂടുതൽ കിരീടങ്ങൾ നേടാൻ അവർക്കൊരു ഊർജം കൊടുക്കുമോ? സാധ്യതയുണ്ട്. ബാവുമയുടെ വാക്കുകളിൽ ആ ഒരു ആത്മവിശ്വാസം കാണാനുണ്ട്. ഈ വിജയം ടീമിന്റെ ആ ഒരു
ചിന്താഗതിയിൽ തന്നെ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ടാകണം. ശരിയാണ്. ഇനിയിപ്പോ ഇത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രം ഒതുങ്ങുമോ, അതോ മറ്റു ഫോർമാറ്റുകളിലേക്കും ഈയൊരു പോസിറ്റീവ് എനർജി അവർക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് കാത്തിരുന്ന് കാണണം. തീർച്ചയായും 27 വർഷത്തെ കാത്തിരിപ്പ്, മാർക്രമിന്റെ ആ ക്ലാസ് ഇന്നിംഗ്സ്, ബൗമയുടെ ആ നേതൃത്വം, രാജ്യത്തിനാകെ കിട്ടിയ ഒരു അഭിമാനം, ഇതൊക്കെ ഈ വിജയത്തെ ശരിക്കും വേറിട്ട് നിർത്തുന്നു. അതെ, ഒരു ക്രിക്കറ്റ് വിജയം എന്നതിനപ്പുറം ഒരുപാട് മാനങ്ങളുണ്ടിതിന്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ആ ഒരു ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ ഇച്ഛാശക്തി, അതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടുകൂടി ഇത് മാറുന്നുണ്ട്. ശരിയാണ്. അപ്പോ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ആലോചിക്കാൻ ഒരു ചോദ്യം തരാം. ബൗമ ആഗ്രഹിക്കുന്ന പോലെ ഈ വിജയം ഒരു തുടക്കമാണെങ്കിൽ, ടെസ്റ്റിലെ ഒരു മേധാവിത്വം അല്ലെങ്കിൽ ഈ ഒരു വിജയം വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്കും കൊണ്ടുവന്ന് എല്ലാ ഫോർമാറ്റിലും ഒരു സ്ഥിരതയോടെ മുന്നേറാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇനി എന്ത് തന്ത്രപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ.